ഗ്യാൻവാപി വിഷയത്തിൽ പൊതുവായിട്ടുള്ളൊരു നിരീക്ഷണം, അത് മതേതരത്വം എന്ന് പറയുന്ന ഒരു ആശയത്തെ വെല്ലുവിളിക്കുന്ന ഒന്നായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. എന്നാൽ അതിന് ഒന്ന് രണ്ട് അടരുകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ ASAയുമായി ഈ വിധിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. അതിന് ആ കേസിൻ്റെ ചരിത്രത്തിലേക്ക് പോകണം, ഞാൻ ദീർഘമായ സമയമെടുക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ എന്നെ ഇന്ന് ഭീതിപ്പെടുത്തിയ കാഴ്ച, നയപ്രഖ്യാപന പ്രസംഗത്തിനായി രാഷ്ട്രപതി വരുമ്പോൾ ഒരു പ്രത്യേക മതത്തിൻ്റെ ചെങ്കോലിനെ അനുധാവനം ചെയ്തുകൊണ്ട് മതേതര ഭാരതത്തിൻ്റെ റിപ്പബ്ലിക്കിലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന കാഴ്ചയാണ് ഒരു പൗരനെന്ന നിലയിൽ എന്നെ ഭീതിപ്പെടുത്തുന്നത്. മാത്രവുമല്ല, നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയം മറ്റൊരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം തകർത്ത് അവിടെ നിർമ്മിച്ചത് രാഷ്ട്രത്തിൻ്റെ നേട്ടമായി രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു എന്നിടത്താണ് ആ മതേതരത്വം വലിയ വിള്ളലുണ്ടാവുന്നത്. അതിനെ തുടർന്നാണ് വൈകുന്നേരം ഈ വാർത്തയെത്തുന്നത്. ഗ്യാൻവാപിയിൽ ഈ വ്യാസൻ്റെ നിലവറയിൽ ഹിന്ദു വിഭാഗക്കാർക്ക് പ്രാർത്ഥന നടത്താനുള്ള അവകാശമുണ്ട് എന്ന രീതിയിലുള്ള വിധി വരുന്നതും അതിന് ഭരണകൂടത്തോട് 7 ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി കോടതി വിധി വരുന്നതും. പ്രേക്ഷകർ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ MV നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം 1947 ഓഗസ്റ്റ് 15 വരെ എങ്ങനെയാണോ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നത്, ആ ആരാധനാലയത്തിൻ്റെ ആരാധനാ സ്വഭാവത്തിലോ ഉടമസ്ഥാവകാശത്തിലോ മറ്റൊരു മതവിഭാഗത്തിന് ഒരു ക്ലെയിമും ഉന്നയിക്കാൻ കഴിയില്ല. അതെങ്ങനെയുണ്ടായിരുന്നോ തൽസ്ഥിതി തുടരണമെന്നതാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നിർദ്ദേശിച്ചിരുന്നത്. നിലവിൽ ഈ വാരണാസി കോടതിയുടെ വിധി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ മറികടക്കുന്ന ഒന്നാണോ? നിയമ വിദഗ്ധർ പറയുന്നത് അല്ല എന്നാണ്. കാരണം 93 വരെ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൻ്റെ പരിധിയിൽ തന്നെയാണ് അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ആരാധന നടത്തിയിരുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ഹൈബ്രിഡ് ആരാധന നടത്തിയിരുന്ന ഇരു വിഭാഗക്കാരും അവരവരുടേതായ ഇടങ്ങളിൽ ആരാധന നടത്തിയിരുന്ന ഒരു ഇടമായിരുന്നു ഗ്യാൻവാപിയിലെ ഈ വിശ്വേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിന് വേറൊരു ചരിത്രം കൂടിയുണ്ട്. ആ ചരിത്രമാണ് ഏറെ കൗതുകകരമായ ചരിത്രം. ഈ 1669 ഔറംഗസേബ് ഈ ക്ഷേത്രം നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനും കുറച്ച് പിന്നിലേക്ക് പോയാൽ അക്ബറിൻ്റെ കാലത്ത് രാജാ മാൻസിംഗ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചിരുന്നു എന്നൊരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ നശിപ്പിച്ചതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ഓർമ്മിക്കൂ, മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ സംരക്ഷിക്കപ്പെട്ട ക്ഷേത്രങ്ങളെ നമ്മൾ ഓർമ്മിക്കുന്നില്ല എന്നതാണ് നമ്മുടെ വിശ്വാസങ്ങളുടെയും പബ്ലിക് പെർസെപ്ഷൻ്റെയും കാര്യത്തിൽ ASA അടക്കമുള്ള ഏജൻസികൾ ഉണ്ടാക്കുന്ന വലിയ മുറിവുകൾ എന്ന് പറയുന്നത്. നെഹ്റു പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് ഒരു പാലിംപെസ്റ്റാണ്. പലതവണ പല മനുഷ്യരെ എഴുതിപ്പോയിരിക്കുന്ന ചെമ്പു തകിടാണ്, പല തകിടുകൾ ആയിട്ട്. ഈ തകിടിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾ പോയാൽ അവിടെയാണ് ഇന്ത്യയുടെ ചരിത്രം തുടങ്ങുന്നതെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് ദൗലത്താബാദ് കോട്ടയിൽ ഇന്ന് പോയാൽ നിങ്ങൾക്കൊരു ഹിന്ദു ക്ഷേത്രം കാണാം, ഭാരത് മാതാ ക്ഷേത്രം. പക്ഷെ കുറച്ച് വർഷം പിന്നിലേക്ക് പോയാൽ നിങ്ങൾക്ക് ആ ക്ഷേത്രം നിന്നിടത്ത് ഒരു മസ്ജിദ് കാണാം. അതിനും പിന്നിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ ജൈന ആരാധനാലയം കാണാം. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് കുഴിച്ചെടുക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ളിടത്താണ് മതേതരത്വത്തിന് വിള്ളലുണ്ടാവുന്നത്. അപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ ഈ വർഷിപ്പ് ആക്ട് കൊണ്ട് 1947 വരെ എങ്ങനെയാണോ ആ ക്ഷേത്രത്തിൽ വിശ്വാസവും അതേപടി തുടരാനാണ് പറയുന്നതെങ്കിൽ അത് നേരിട്ട് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിന് തടസ്സമല്ല. പക്ഷേ ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ASAയുടെ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാവുകയും ആ ASA റിപ്പോർട്ടിൽ ഈ പറയുന്ന 1669 മുൻപുള്ള വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, വിഷ്ണുവും ഹനുമാനും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് ചർച്ചയായി തീരുകയും VHP പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കുകയും ഗിരിരാജിനെ പോലെയുള്ള മന്ത്രിമാർ ഈ വാരണാസി കൂടി പിടിച്ചെടുക്കണമെന്നുള്ള രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നിടത്താണ് ഈ വിധി ഒരു വലിയ അപകടകരമായ വിധിയായി തീരുന്നത്. നിങ്ങൾ കുഴിച്ചെടുത്തുകൊണ്ടാണ് ഒരു വംശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൻ്റെ ചരിത്രം നിർമ്മിക്കാൻ പോകുന്നതെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയും താഴേക്ക് നിങ്ങൾക്ക് കുഴിക്കേണ്ടി വരും. അമ്പലം കുഴിച്ചാൽ പള്ളി കിട്ടും, പള്ളി കുഴിച്ചാൽ വീണ്ടും അമ്പലം കിട്ടും, ആ അമ്പലം കുഴിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നത് ബുദ്ധൻ്റെ വിഹാര കേന്ദ്രങ്ങളായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അയോധ്യ വഴിയിൽ ഗ്യാൻവാപി കൊണ്ടുപോകാനാണ് ചുരുങ്ങിയ പക്ഷം VHPയുടെയെങ്കിലും ശ്രമം. ഉത്തർപ്രദേശിലെ BJPയും ഇതിനെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.